നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കുന്നു, ഹൃദയത്തിലെ ആഗ്രഹങ്ങളും ഇരിക്കുന്നു. ഞാനിത് പറയാൻ കാരണം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ മനുഷ്യരെല്ലാവരും ഈ ലോകത്തിൽ വളരെയധികം സമ്പാദനത്തിനും ആ സമ്പാദിക്കുന്ന പണം എവിടെ നിക്ഷേപിക്കണമെന്നുള്ള വളരെ വലിയ ആശയക്കുഴപ്പത്തിലും അതിന്റെ പുറകെയുള്ള ഓട്ടത്തിലുമാണ്. ഏറ്റവും കൂടുതൽ റിട്ടേൺ എവിടെ നിന്ന് ലഭിക്കുന്നു, ഏതാണ് ശരിയായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി? ഇതിനെല്ലാം ഉത്തരമായിട്ട് പറയുവാനുള്ളത്, ഈ ലോകത്തിൽ വന്നവരാരും തങ്ങളുടെ നിക്ഷേപങ്ങൾ തിരികെ കൊണ്ടുപോകുന്നില്ല. ഈ ലോകത്തിൽ സമ്പാദിക്കുന്നത് ഇവിടെ തന്നെ കഴിഞ്ഞു പോകുന്നു, ഇവിടെ തന്നെ വിട്ടേച്ചു പോകുന്നു. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപങ്ങളെ സൂക്ഷിക്കുവാനായിട്ട്. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അതൊരു നിത്യമായ നിക്ഷേപമാണ്. എങ്ങനെയാണ് സ്വർഗത്തിൽ നമുക്കൊരു നിക്ഷേപം കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത്? അവിടെയാണ് വേദപുസ്തകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള വാക്യങ്ങളിലൊന്നായ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നാം ഓരോരുത്തരെയും സ്നേഹിച്ചിട്ട് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുകയും നമുക്ക് വേണ്ടി യാഗമായി അവസാനത്തുള്ള രക്തം വരെ ചീന്തിയ യേശു കർത്താവിൽ വിശ്വസിക്കുന്നത് മൂലം നമുക്ക് ആ സ്വർഗരാജ്യത്തിലേക്കുള്ള ഒരു പ്രവേശനം കിട്ടുവാനായിട്ട് ഇടയായിത്തീരും. ഞാൻ പറയും, നമുക്ക് സ്വർഗത്തിൽ ഒരു അക്കൗണ്ട് തുറക്കുവാൻ കഴിയും. ആ അക്കൗണ്ട് തുറന്നതിന് ശേഷം അവിടെ നിക്ഷേപിക്കുക. അങ്ങനെ ദൈവരാജ്യം അന്വേഷിക്കുന്നതിലൂടെയും ദൈവത്തിന്റെ നീതി അന്വേഷിക്കുന്നതിലൂടെയും കർത്താവ് നമുക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെയും തരുവാനായിട്ട് കഴിയും. പക്ഷെ നിത്യമായിട്ടുള്ള ഒരു നിക്ഷേപം അത് സ്വർഗത്തിലാണ്. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിന് ശേഷം, മരണത്തിന് ശേഷം നമുക്കൊരു നിത്യമായ ജീവിതം കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്നു. അത് യാഥാർത്ഥ്യമായ കാര്യമാണ്. ദൈവജനം ഒരു നാളും കളവ് പറയുന്നില്ല. അതിൽ വിശ്വസിക്കുന്നവർക്ക്, അങ്ങനെ അവിടെ ഒരു അക്കൗണ്ട് തുറന്നവർക്ക് അവിടെ നിക്ഷേപിക്കുവാനുള്ള അവസരം നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവരാജ്യവും ദൈവരാജ്യത്തിന്റെ നീതിയും അന്വേഷിക്കുന്നവരായിത്തീരണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അനന്തമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ക്രിസ്തുവുമായി, ദൈവമായിട്ട് ചേർന്ന് നമുക്ക് വസിക്കുവാനായിട്ട് കഴിയുവാനിടയായിത്തീരും. അവിടെ നമ്മുടെ നിക്ഷേപങ്ങളെ സ്വരൂപിക്കുക. അതിനായിട്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.